ഹായ്, ഇറ്റ്സ് മീ അഞ്ജിമ ചന്ദ്രൻ. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണ്, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ +1 സ്റ്റുഡൻസിന് ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ആ സിലബസ് മൊത്തം ഒന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളൊരു തീമാണ് ഞാനിതിലൂടെ കാണുന്നത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം, ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പുറത്ത് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ല. പിന്നെ അത് മാത്രമല്ല, ട്യൂഷനൊക്കെ പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ട്യൂഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റെല്ലാ സബ്ജക്റ്റിനെയും പോലെയല്ല, നമ്മുടേതായിട്ടുള്ള കുറേയേറെ ചിന്തകളും ഐഡിയാസും ഒക്കെ വേണ്ട ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫിസിക്സ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അതുമാത്രമല്ല, അപ്പോൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും ഫിസിക്സ് ആയിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ഭാരമായിട്ട് തോന്നുന്നത് എപ്പോഴും ഫിസിക്സ് ആയിരിക്കും. കാരണം തിയറി മാത്രം പഠിച്ച് ബൈ ഹാർട്ട് പഠിച്ച് പോയി എഴുതേണ്ട ഒരു എക്സാം അല്ല ഫിസിക്സ്. ഫിസിക്സ് ബുദ്ധിമുട്ടാണ്, എനിക്കിഷ്ടമല്ല എന്നൊക്കെ വിചാരിച്ച് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യല്ല വേണ്ടത്. നമ്മളതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഫിസിക്സും നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ +1ലേക്ക് കിടക്കുകയാണെങ്കിൽ ഫുള്ള് 15 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. മറ്റെല്ലാ ചാപ്റ്റേഴ്സിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ചാപ്റ്ററാണ്, പഠിക്കാൻ തീരെ ലൈറ്റായിട്ടൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് ഒക്കെ 1 വേർഡോ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാക്സിമം ചോദിക്കാറ്. അങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റെഫർ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ വേൾഡിലേക്ക് കടക്കാം. നമ്മൾ ഫിസിക്കൽ വേൾഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഇതൊരു ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് ആകെ നമുക്ക് ഇതിൽ 4 ഫോഴ്സസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഞാനൊരു ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമുക്ക് ആദ്യം ആയിട്ട് പഠിക്കാനുള്ളത്. അതെന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് attraction between any two objects due to their masses. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ഒബ്ജക്ട്സ്. അട്രാക്ഷൻ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ഒബ്ജക്ട്സ് ഡ്യൂ ടു ദെയർ മാസസ്. അവരുടെ മാസ് മൂലമുണ്ടാകുന്ന അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ഒബ്ജക്ട്സ്, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതൊരു ലോങ് റേഞ്ച് ഫോഴ്സാണ്, അതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ 3 പോയിൻ്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഡ്യൂ ടു ദെയർ മാസസ്. അതൊരു ലോങ് റേഞ്ച് ഫോഴ്സാണ്, അതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഇനി രണ്ടാമത്തെ, നമ്മളിപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കഴിഞ്ഞു. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചറിൽ ആദ്യത്തെ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോഴ്സാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ മൂലമുണ്ടാവുന്ന ഫോഴ്സിനെ പറയുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അതും ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ കണ്ടു, അതും ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആയിരുന്നു. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിലും നമ്മൾ കണ്ടു, ലോങ് റേഞ്ച് ഫോഴ്സാണ്. ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഇൻ നേച്ചറിൽ അത് അട്രാക്റ്റീവ് ആയിരിക്കാം, അത് അല്ലെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫോഴ്സും പഠിച്ചു. ഇനി മൂന്നാമതായിട്ട് ഇവിടെ കടന്നു വരുന്ന ഫോഴ്സിൻ്റെ പേരാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതൊരു സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ്, അത് ഒരു പോയിൻ്റാണ് കേട്ടോ, നമുക്ക് പോയിൻ്റായിട്ട് നമുക്കത് എഴുതാം. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയണത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ്. ആദ്യത്തെ എന്താ? എനി ടു ഒബ്ജക്ട്സ് തമ്മിലുള്ള അട്രാക്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഇത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ എന്താ? ന്യൂക്ലിയോൺസ് തമ്മിലുള്ള അട്രാക്ഷനെ പറയണതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയിരുന്നു. നേരത്തെ നമ്മൾ രണ്ടെണ്ണത്തിലും കണ്ടു എന്താ? ലോങ് റേഞ്ച് ഫോഴ്സ് ആയിരുന്നു. ഇപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആയപ്പോൾ അത് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയി. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ വേർഡിൽ തന്നെയുണ്ട്, അത് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആയിരിക്കും. നമ്മൾ അവസാനത്തേക്ക് കടക്കുകയാണ്. Weak nuclear force. Weak force appears only in certain nuclear processes such as decay of nucleus.
അത് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരിക്കും. അത് അപ്പിയേഴ്സ് എവിടെയൊക്കെയാണ്? ഓൺലി ഇൻ സർട്ടൈൻ ന്യൂക്ലിയർ പ്രോസസ്സിൽ മാത്രം അപ്പിയേഴ്സ് ചെയ്യുന്ന ഒരു ഫോഴ്സിൻ്റെ പേരാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ നമ്മൾ 4 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരുന്നു, രണ്ടാമത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആയിരുന്നു, മൂന്നാമത്തെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരുന്നു, നാലാമത്തെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ഒരു ഓർഡർ ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഏറ്റവും വലുതിൽ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറൊക്കെ എക്സാമിന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കണം. ആദ്യം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, സെക്കൻഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, തേർഡ് വൺ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഫോർത്ത് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് വണ്ണാണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഷോർട്ട് എഴുതിയതാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനിയിപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനും പറഞ്ഞാൽ നമ്മളിപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊന്ന് തറവായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ ഫുള്ള് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫിസിക്കൽ വേൾഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇതിൽ വല്ലതും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ഇട്ടാൽ മതി, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം.